ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ മൽഹാറിലെ 5ാമത്തെ ചാപ്റ്ററായ നെഹി ഹോന ബീമാർ എന്ന കഥയാണ് വായിക്കാൻ പോകുന്നത്. ബീമാർ എന്ന് പറഞ്ഞാൽ വയ്യാണ്ടാവുക, അസുഖം ഉണ്ടാവുക. നെഹി ഹോന ബീമാർ എന്ന് പറഞ്ഞാൽ വയ്യാണ്ടാകാതിരിക്കുക. एक दिन मुझे साथ लेकर नानी जी हमारे पड़ोसी सुधाकर काका को देखने गई जो बीमार थे. ഒരു ദിവസം നമ്മുടെ ലേഖകനെ കൂട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നാനിജി, അമ്മയുടെ അമ്മൂമ്മ പടോസി സുധാകർ കാക്കോ ദേഖ്നെ ഗയി, അവരുടെ നൈബറായ സുധാകർ കാക്കനെ കാണാൻ പോയി. ജോ ബിമാർ തേ, അദ്ദേഹത്തിന് വയ്യായിരുന്നു, അസുഖമായിരുന്നു. വേ അസ്പതാൽ മേ ഭർത്തി തേ, ഭർത്തി എന്ന് വെച്ചാൽ അഡ്മിറ്റഡ് ആയിരുന്നു സുധാകർ കാക്ക. അസ്പതാൽ ജാനെ കാ യഹ് മേരാ പെഹല അവസർ താ, അദ്ദേഹം നമ്മുടെ ലേഖകൻ ആദ്യമായിട്ടാണ് ആശുപത്രി പോകാനുള്ള അവസരം കിട്ടുന്നത്. एक बड़े से वार्ड में कई एक जैसे पलंग लाइन से लगे हुए थे. ഒരു വലിയ വാർഡിൽ ഏക് ജേസെ പലങ്ക്, ഒരേപോലത്തെ, പലങ്ക് എന്ന് പറഞ്ഞാൽ കട്ടിൽ, ഒരേപോലത്തെ കട്ടിലുകൾ ഇങ്ങനെ ലൈനായിട്ട് വെച്ചിരിക്കുകയാണ്. സബ് പർ ഏക് ജേസെ സഫേദ് ചാദർ, എല്ലാത്തിലും ഒരേപോലത്തെ വെള്ള ചാദർ, ബെഡ്ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. ഒരു ലാൽ കമ്പൽ, ചുവന്ന, ലാൽ എന്ന് പറഞ്ഞാൽ ചുവന്ന കമ്പിളി. सफ़ेद दीवार, ऊंची छत, खिड़कियों पर हरे पर्दे और फर्श एकदम चमकता हुआ. അദ്ദേഹം ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് പറയുകയാണ്. വാർഡ് സഫേദ് ദിവാർ, നല്ല വെള്ള ഭിത്തികൾ, ഊഞ്ചി ഛത്ത്, നല്ല ഒത്തിരി ഉയരത്തിലുള്ള സീലിങ്, ഖിടിക്കിയോ പർ ഹരേ പർദെ, വിൻഡോസിലൊക്കെ നല്ല പച്ച കളറുള്ള കർട്ടൻസ് വിരിച്ചിരിക്കുകയാണ്. ഒരു ഫർഷ് ഏകദം ചമക്താ ഹുവ, ഫർഷ് എന്ന് പറഞ്ഞാൽ ഫ്ലോറൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് നല്ല ക്ലീനായി നല്ല തിളങ്ങുകയാണ്. ഏക് പലങ്ക് പർ സുധാകർ കാക്ക ലേട്ടേ ഹുവേ ഥേ, ഒരു കട്ടിൽ സുധാകർ കാക്കയും കിടക്കുകയായിരുന്നു. ഏകദം പാസ് പहुंचने पर दिखाई दिया, അങ്ങനെ അടുത്തെത്തിയപ്പോഴാണ് അദ്ദേഹത്തിനെ കണ്ടത്. ഹമേ ദേഖ് സുധാകർ കാക്ക ജैसे ഖുഷ് ഹോ ഗയേ, നാനിജീനെയും നമ്മുടെ ലേഖകനെയും കണ്ടിട്ട് സുധാകർ കാക്കയ്ക്ക് ഭയങ്കര സന്തോഷമായി. नानी जी ने उनके सिर पर हाथ फेरा और उनके सिराने खड़ी हो गई और हालचाल पूछने लगी. നാനിജി എന്ത് ചെയ്തു, നമ്മൾ സുധാകർ കാക്കയുടെ നെറ്റിയിൽ ഇങ്ങനെ കൈവച്ച് തലോടി. എന്നിട്ട് സിറാന എന്ന് പറഞ്ഞാൽ ഹെഡ് റെസ്റ്റ്, കട്ടിലിൻ്റെ ഏറ്റവും തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഉയർന്നിങ്ങനെ ചാരി ഇരിക്കാൻ പറ്റിയ ഭാഗം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്ത് നാനി പോയി നിന്നിട്ട് ഹാൽചാൽ പൂച്ചിലേക്ക്, എങ്ങനെയുണ്ട്, സുഖമാണോ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി സുധാകർ കാക്കയോട്. ആസ്പത്താൽ കാ മാഹോൽ മുझे बहुत ही अच्छा लग रहा था. ആശുപത്രിയിൽ ആദ്യമായിട്ടാണല്ലോ ലേഖകൻ പോകുന്നത്. അവിടുത്തെ ആകെയുള്ളൊരു എൻവയോൺമെൻറ്റ്, അതിൻ്റെ ചുറ്റുപാടും, മാഹോൽ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും അദ്ദേഹത്തിന് ഇഷ്ടമായി വരികയായിരുന്നു. ബഡി ബഡി ഖിടിക്കിയോ കെ പാസ് ഹരേ ഹരേ പേട് ഝൂം രഹേ थे, വലിയ വിൻഡോസിൻ്റെ അടുത്ത് നല്ല നല്ല പച്ച മരങ്ങളിങ്ങനെ ആടുകയാണ്. ന ട്രാഫിക് കാ ഷോർഗുൽ, ന ധൂൾ, ന മച്ചർ മഖി, അവിടെ ട്രാഫിക്കിൻ്റെ ശബ്ദമില്ല, ന ധൂൾ, ഒരു പൊടിയുമില്ല, ന മച്ചർ മഖി, മച്ചർ എന്ന് പറഞ്ഞാൽ കൊതുക്, മഖി എന്ന് പറഞ്ഞാൽ ഈച്ച, കൊതുകോ ഈച്ചയൊന്നുമില്ല. സിർഫ് ലോഗോ കെ ധീരെ ധീരെ ബാത്ചീത് കർനെ കി ധീമി ഗുൻഗുൻ, അവിടെ ആകെയുള്ളത് എന്താണ്, അവിടുത്തെ ആൾക്കാർ പതിയെ സംസാരിക്കുന്നതിൻ്റെ ധീമി എന്ന് പറഞ്ഞാൽ വളരെ ഒച്ച കുറഞ്ഞ ഗുൻഗുൻ, ഇങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഒരു ശബ്ദം. ബാക്കി ഏകദം ശാന്തി, ബാക്കിയെല്ലാം ഇങ്ങനെ ശാന്തമാണ്. തബി സഫേദ് കപടോ മേ ഏക് നേഴ്സ് ആയി, നേഴ്സിനെ നാനി ജി കോ ദേക്കർ അഭിവാദൻ സെ സിർ ഹിലായ. അപ്പോഴത്തേക്ക് ഒരു വെള്ള ഉടുപ്പിൽ ഒരു നേഴ്സ് വന്നിട്ട് നാനിജീനെ കണ്ട് ഗ്രീറ്റിങ്സ് പറയുന്നത് പോലെ ഇങ്ങനെ തല ഇങ്ങനെ കുലുക്കി. ഒരു കാക്കാക്കോ ദവാ ഖിലായി, എന്നിട്ട് എന്താ, നമ്മുടെ സുധാകർ കാക്കയ്ക്ക് ദവ എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്തു. മരുന്ന് ഖിലായി എന്ന് പറഞ്ഞാൽ കഴിപ്പിച്ചു അദ്ദേഹത്തിനെ. നാനിജി കാക്ക കെ ലിയെ സാബുദാനയ്ക്ക് ഖീർ ബനാക്കർ ലായി थी. നാനിജി, അമ്മമ്മ എന്താ കൊണ്ടുവന്നത് സുധാകർ കാക്കയ്ക്ക് വേണ്ടി, സാബുദാനയ്ക്ക് ഖീർ എന്ന് പറഞ്ഞാൽ പായസം. സാബുദാന എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പ ഉണ്ടാവില്ല, കപ്പ വേവിച്ച് നല്ല ചെറിയ മുത്ത് പോലത്തെ ബോൾസ് ആക്കും, എന്നിട്ട് അത് വെച്ച് പായസമാക്കും, അതാണ് സാബുദാനയ്ക്ക് ഖീർ. സാബുദാന എന്ന് പറഞ്ഞാൽ ഈ കപ്പയുടെ ആ വേവിച്ചുണ്ടാക്കിയ കുഞ്ഞ് മുത്ത് പോലത്തെ ഉണ്ടകൾ. നേഴ്സെ പൂജാക്ക് ഖിലാദു ക്യാ, നേഴ്സിനോട് നാനി ചോദിച്ചു, ഇത് കഴിപ്പിക്കാൻ പാടുണ്ടോ, കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു.
नर्स के हाँ कहने पर उसके जाने के बाद नानी जी ने चम्मच से धीरे धीरे काका को साबूदाने की खीर खिलाई. നേഴ്സ് കൊടുത്തു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ ശേഷം നേഴ്സ് പോയി. അതിന് ശേഷം നാനി എന്ത് ചെയ്തു, ചമ്മച്ച് സ്പൂണ് കൊണ്ട് പതിയെ പതിയെ ധീരെ ധീരെ കാക്കാക്കോ സാബുദാനയ്ക്ക് ഖീർ ഖിലായി. കാക്കയ്ക്ക് ഈ സാബുദാനയുടെ പായസം കഴിപ്പിച്ചു. കാക്കാനെ ബഹുത് സ്വാദ് ലേക്കർ ഖീർ ഖായി. കാക്ക സുധാകർ കാക്ക എന്ത് ചെയ്തു, നല്ല സ്വാദോടെ അത് കഴിച്ചു. ക്യാ ഠാഠേ ബീമാരോ കി ബി. എന്ത് സുഖമാണ്, ഠാട്ട് എന്ന് വെച്ചാൽ ലക്ഷറി, എന്ത് സുഖമാണ് ഈ വയ്യാത്തവർക്കൊക്കെ. മേനെ സോച്ച, നമ്മുടെ ലേഖകൻ ചിന്തിക്കുകയാണ്, ഠാട്ട് സെ സാഫ് സുഥരെ ബിസ്തർ पर लेटे रहो और साबूदाने की खीर खाते रहो. काश सुधाकर काका की जगह मैं होता, मैं कब बीमार पड़ूंगा. നമ്മുടെ ലേഖകൻ ആലോചിക്കുകയാണ്, എന്ത് സുഖമാണ് ഈ വയ്യാത്തവർക്കൊക്കെ. ഠാട്ട് സെ സാഫ് സുഥരെ ബിസ്തർ पर लेटे रहो, നല്ല സുഖമായിട്ട്, നല്ല സാഫ് സുത്ര, നല്ല ക്ലീൻ ആയിട്ടുള്ള ബിസ്തർ, കട്ടിലിൽ ഇങ്ങനെ കിടക്കുക. പിന്നെന്താ, സാബുദാനയ്ക്ക് ഖീർ ഖാത്തേ രഹോ, ഈ സാബുദാനയുടെയൊക്കെ പായസം കഴിച്ചുകൊണ്ടിരിക്കുക. കാശ് സുധാകർ കാക്കാക്ക് ജഗ മേ ഹോത്ത, സുധാകർ കാക്കയ്ക്ക് വരെ ഞാനായിരിക്കണമായിരുന്നു. മേ കബ് ബിമാർ പെടുക, എനിക്കെപ്പോഴാണ് വയ്യാണ്ടാവുക, എനിക്കെപ്പോഴാണ് അസുഖം വരിക എന്ന് നമ്മുടെ ലേഖകൻ ചിന്തിക്കുകയാണ്. കുച്ച് റോസ് ബാദ് ഏക് ദിൻ മേരെ സ്കൂൾ ജാനെ കാ മൻ നഹീ താ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് ഈ സ്കൂളിൽ പോകാനൊന്നൊരു മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. മേനെ ഹോംവർക്ക് ബി നെയ് കിയാ താ, ഞാൻ ഹോംവർക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്കൂൾ ജാതാ തോ ജറൂർ സസ മിൽത്താ, സ്കൂളിൽ പോവുകയാണെങ്കിൽ എനിക്ക് എന്തായാലും സസ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ്, എന്തായാലും ഹോംവർക്ക് ചെയ്യാത്തതിന് പണിഷ്മെൻറ്റ് കിട്ടും. मैंने सोचा बीमार पड़ने के लिए आज का दिन बिल्कुल ठीक रहेगा. പിന്നെ ഞാൻ വിചാരിച്ചു, വയ്യാണ്ടാവാൻ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്, പറ്റിയ ദിവസമാണെന്ന് ലേഖകൻ വിചാരിക്കുകയാണ്. ചലോ ബീമാർ പഡ്ജാത്തെ, ശരി നമുക്ക് വയ്യാണ്ടാകാം. मैं रज़ाई से निकला ही नहीं, नानी जी उठाने आई तो मैंने कहा मैं आज बीमार हूँ. ഞാൻ കട്ടിൽ നിന്ന് എണീറ്റതേ ഇല്ല. അപ്പോഴത്തേക്കും എന്താ, അമ്മൂമ്മ വന്നു. എന്നിട്ട് അപ്പോഴത്തേക്കും ഞാൻ അമ്മൂമ്മയോട് പറഞ്ഞു, മേ ആജ് ബിമാരും, എനിക്കിന്ന് വയ്യ, എനിക്ക് അസുഖമാണ്. ക്യാ ഹോ ഗയാ, നാനിജി ചോദിക്കുകയാണ്, എന്താ പറ്റിയേ. मेरे सिर में दर्द हो रहा है, मेरे पेट भी दुख रहा है और मुझे बुखार भी है. നമ്മുടെ ലേഖകൻ പറയാണ്, मेरे सिर में दर्द हो रहा है, എനിക്ക് നല്ല തലവേദനയുണ്ട്. मेरे पेट भी दुख रहा है, എനിക്ക് നല്ല വയറുവേദനയുണ്ട്. और मुझे बुखार भी है, എനിക്ക് പനിയുണ്ട്. നാനിജി ചലി ഗയി, ഇത് കേട്ടിട്ട് അമ്മമ്മ പോയി. मैं रज़ाई में पड़ा घर में चल रहे गतिविधियों का अनुमान लगाता रहा. നമ്മുടെ ലേഖകൻ എന്ത് ചെയ്തു, അവിടെ കട്ടിലിൽ പുതപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ കിടന്ന് വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന്, ഗതിവിധി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ്, എന്താ നടക്കുന്നതെന്ന് അനുമാൻ കണ്ണിലൊക്കെ ഗസ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ആ കട്ടിലിൽ തന്നെ കിടക്കണല്ലോ, പുറത്തെന്താ നടക്കുന്നത് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ ഗസ് ചെയ്യുക എന്താ അവിടെ നടക്കുന്നതെന്ന്. അബ് ചോട്ടാ മാമ നഹാക്കർ നിക്കലേ. ഇപ്പോൾ ചോട്ടാ മാമ എന്നുവെച്ചാൽ ഇളയ മാമൻ കുളിച്ചിറങ്ങി. ശബ്ദമെല്ലാം കേട്ടിട്ട് ഇങ്ങനെ പറയുകയാണ്, നമ്മൾ ലേഖകൻ ഗസ് ചെയ്യാണ്. अब कुसुम मौसी रोज़ की तरह नाश्ता छोड़कर कॉलेज बस पकड़ने वागे. ഇപ്പോൾ കുസും മൗസി എന്നത്തെയും പോലെ റോസ് കി തറ നാശ്ത ചോട്ക, ബ്രേക്ക്ഫാസ്റ്റ് വിട്ടിട്ട് കോളേജ് ബസ് പക്കടനെ ഭാഗ്യ, കോളേജ് ബസ് പിടിക്കാൻ വേണ്ടി ഓടി. അബ് മുന്നു അപ്ന ജൂത്ത ഢൂണ്ട് റാ ഹൈ, ഇപ്പോൾ മുന്നു അവൻ്റെ ഷൂസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അബ് ചോട്ടേ മാമനെ സൈക്കിൾ ഉടായി, ഇപ്പോൾ കുഞ്ഞുമാമൻ സൈക്കിൾ എടുത്തു. अब सब चले गए, ഇപ്പം എല്ലാവരും പോയി. अब घर में मैं अकेला रह गया, ഞാനിപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ബാക്കിയായി ഇദ്ദേഹം മാത്രം. पता नहीं कब झपकी सी आ गई, तभी नाना जी आए. क्या हो गया. पता नहीं झपकी सी आ गई. झपकी എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മയക്കം വരിക, ഉറക്കം വരിക. എപ്പോഴാണ് ഒരു മയക്കം വന്നതെന്ന് അറിയില്ല, പക്ഷെ അപ്പോഴത്തേക്കും നാനാജി ആകെ, നാനാജി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ, അപ്പൂപ്പൻ വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയേ, ക്യാ ഹോ ഗയാ, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് നാനാജി. അപ്പം നമ്മുടെ ലേഖകൻ പറയാണ്, ബുഖാർ ആകയാ, ബുഖാറിന് എനിക്ക് പനിയാണ്. മേനെ ഖരാത്തെ ഹുയെ കഹ,
ഹരാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോൺ ചെയ്യുക അല്ലെങ്കിൽ മോൺ ചെയ്യുക. നമ്മൾക്ക് വയ്യാത്തപ്പോൾ തൊണ്ടയ്ക്കൊക്കെ വയ്യാതെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ശബ്ദമൊക്കെ മാറുമല്ലോ, വയ്യാത്ത രീതിയിലൊരു ശബ്ദം വരുമല്ലോ. അപ്പോൾ ആ ഒച്ചയിൽ നമ്മുടെ ലേഖകൻ പറയുകയാണ് എനിക്ക് പനിയാണെന്ന്. देखे नानाजी ने रज़ाई हटाकर मेरे माथा छुआ, पेट देखा और नब्ज देखने लगे. നാനാജി എന്ത് ചെയ്തു? നാനാജി പറയാണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റസായി ഹട്ടാക്കർ പുതപ്പൊക്കെ മാറ്റി മേര മാഥാ എൻ്റെ നെറ്റിയിൽ തൊട്ടു. ചൂന എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യുക, അങ്ങനെ തൊട്ടു. എന്നിട്ട് പേട് തേക്ക വയറും നോക്കി, പിന്നെ നബ്സ് തേക്കുന്നില്ലെങ്കിൽ നബ്സ് എന്ന് പറഞ്ഞാൽ പൾസ് നോക്കാൻ തുടങ്ങി. ഇസി ബീച്ച് നാനി ബി ആകെ ക്യാ ഹുവാ നാനിജീനെ പൂച്ച. ഇതിൻ്റെ ഇടയിൽ അമ്മൂമ്മയും വന്നു. അമ്മൂമ്മ വന്ന് ചോദിച്ചു എന്ത് പറ്റി? ബുഖാർ തോ നെയ്യേ നാനാജി ബോല. പനിയൊന്നും ഇല്ലല്ലോ എന്ന് അപ്പൂപ്പൻ പറയുക. ആക്കോ പതാ നെയ്യ് ചൽ രഹാ തെർമോമീറ്റർ ലഗാക്ക ദേക്കിയേ മേനെ കഹാ. അത് അപ്പൂപ്പന് പറയാൻ പറ്റാത്തതാണ്, മനസ്സിലാവാത്തതാണ്. തെർമോമീറ്റർ വെച്ചിട്ട് നോക്കൂ എന്ന് ലേഖകൻ പറയുകയാണ്. മുझे पता था घर में कोई नहीं है, थर्मोमीटर लगा भी लिया तो देखेगा कौन, पर खुद को बीमार साबित करने के लिए यह चाल अच्छी थी. बहुत ढूंढा गया पर थर्मोमीटर मिला ही नहीं, शायद कोई मांग कर ले गया था. അദ്ദേഹം പറയുകയാണ് മുझे पता था घर में कोई नहीं है, എനിക്കറിയായിരുന്നു വീട്ടിൽ വേറെ ആരും ഇല്ല എന്ന്. തെർമോമീറ്റർ ലഗാ ബി ലിയാ തോ ദേഖേഗാ കോൻ. ഇനിയിപ്പോൾ തെർമോമീറ്റർ വെച്ച് നോക്കുക തന്നെയാണെങ്കിലും ആരാണത് നോക്കി പറയുക. पर खुद को बीमार साबित करने के लिए ये चाल अच्छी थी. പക്ഷേ എനിക്ക് വയ്യ എന്ന് സാബിത് കർണ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രിക്ക്, ചാൽ എന്ന് പറഞ്ഞാൽ ട്രിക്ക് അച്ചിത്തി. അപ്പൂപ്പനെ അമ്മൂമ്മയ്ക്ക് നോക്കാൻ അറിയില്ല എന്ന് ലേഖകൻ അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് തെർമോമീറ്റർ വെച്ച് നോക്കിക്കോ എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നത്. ബഹുത് ഢൂണ്ടാ ഗയാ പർ തെർമോമീറ്റർ മിലായിനെ. കുറേ തപ്പി, പക്ഷേ തെർമോമീറ്റർ കിട്ടിയില്ല. ഷായദ് കോയി മാങ് കർ ലേ ഗയാ താ. ആരെങ്കിലും ചോദിച്ചിട്ട് കൊണ്ടുപോയി കാണണം. फिर नानाजी की आवाज़ आई ले पुड़िया खा ले. ना चाहते हुए भी मुझे कड़वी पुड़िया खानी पड़ी और काढ़े जैसी चाय पीनी पड़ी. പിന്നെ നാനാജി പറയുകയാണ് അപ്പോഴത്തേക്കും ലേ പുടിയ കാലേ. പുടിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആയുർവേദം അല്ലെങ്കിൽ ഒറ്റമൂലിയുടെയൊക്കെ മരുന്ന് പോലെ ഒരു സാധനമാണ്. അതിങ്ങനെ ഒരു ഉണ്ട പോയിട്ട് ഒരു ഗോൾ പോലെ ഉണ്ടാവും, ചെറിയൊരു മരുന്നാണ്. വയ്യാത്തപ്പോൾ ഇത് കഴിച്ചോളാൻ പുടിയ, ഈ മരുന്ന് കഴിച്ചോ. നാ ചാവത്തെ ഹുവേബി മുझे കടുവി പുടിയ കാണിപ്പടി. അതിന് നല്ല കയ്പ്പാണ് മരുന്ന്, പച്ചമരുന്നൊക്കെ ആയതുകൊണ്ട് നല്ല കയ്പ്പാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, എന്നിട്ടും അത് തിന്നേണ്ടി വന്നു. പിന്നെ കാഠേ ജേസി ചായ പിന്നിപ്പടി. കാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷായം ഉണ്ടാവില്ല, അപ്പോൾ കഷായം പോലത്തെ ചായയും കുടിക്കേണ്ടി വന്നു. ഫിർ നാനാജി ബോലെ आज इसे कुछ खाने को मत देना, आराम करने दो, शाम को देखेंगे. പിന്നെ നാനാജി പറയണം, അപ്പൂപ്പൻ പറയാം ഇന്നിവനൊന്നും തിന്നാൻ കൊടുക്കണ്ട, ആരാം കന്നേതോ, ലെറ്റ് ഹിം റെസ്റ്റ് എടുത്തോട്ടെ, ഷാം കോ ദേഖേങ്കെ, നമുക്ക് വൈകുന്നേരം നോക്കാം. ദോനോ ചലേഗെ. അത് പറഞ്ഞിട്ട് രണ്ടുപേരും പോയി. അപ്പൂപ്പനും അമ്മൂമ്മയും പോയി അവിടുന്ന്. മേ പതാനെ കബ് നീന്ത് മേ ഗുഡുപ്പ് ഹോ ഗയാ. എനിക്കറിയില്ല പിന്നെ ഞാൻ എപ്പോഴാണ് മയങ്ങിപ്പോയത്, ഉറക്കത്തിലോട്ട് പോയതെന്ന് ലേഖകൻ അറിയില്ല. ലേഖകൻ അവിടെ കിടന്ന് പിന്നെ ഉറങ്ങിപ്പോയി. कुछ देर बाद जब मेरी आँख खुली मुझे बड़ी तेज़ इच्छा हुई कि इसी समय बाहर निकलकर दिन की रोशनी में अपनी गली की चहल पहल देखो. കുറച്ച് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ തുറന്നു. ആഖി കുലി. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തേസ് ഇച്ഛാ ഹുയി എന്ന് വെച്ചാൽ ഭയങ്കര ആഗ്രഹം തോന്നുകയാണ്. എന്തിൻ്റെ? ഇസി സമയം, ഈ സമയത്ത് പുറത്തിറങ്ങിയിട്ട് ദിൻ കി റോഷനിമേ, ഈ വെളിച്ചത്ത് അപ്നി ഗലിക്ക് ചഹൽ പഹൽ ദേഖ്ലു. അപ്നി ഗലി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ്, അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഇരിക്കുന്ന സ്ട്രീറ്റിലെ ചഹൽ പഹൽ, ഹസൽ ബസൽ. ഈ രാവിലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യത്തിന് പോവുകയും കടയിലൊക്കെ സംസാരം, നല്ല ശബ്ദമല്ലേ പുറത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും കേൾക്കാനൊക്കെ ഇദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം തോന്നും. ഇപ്പോൾ देखा जाए कि ചന്തുഭായ് ഡ്രൈ ക്ലീനർ ക്യാ കർ രഹേ. നമുക്ക് നോക്കാം ചന്തുഭായ് ഡ്രൈ ക്ലീനർ ഇപ്പം എന്താ ചെയ്യുന്നത്. तेजराम की दुकान पर कितने ग्राहक बैठे हैं. तेजराമിൻ്റെ ദുക്കാൻ എന്ന് പറഞ്ഞാൽ കടയിൽ എത്ര ഗ്രാഹക് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ്, എത്ര കസ്റ്റമേഴ്സ് ഇരിപ്പുണ്ട് എന്നൊക്കെ നോക്കാമല്ലോ. മഹേഷ് घी सेटर ने मलाई का भगोना आंच पर चढ़ाया या नहीं, और टेलीफोन के तारों पर कितनी चिड़िया बैठी है.
ഇദ്ദേഹം പറയുകയാണ് സ്ട്രീറ്റിൽ ഇപ്പോൾ എന്തൊക്കെ നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ ഇദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമാണല്ലോ. അപ്പോൾ എന്തൊക്കെ ആയിരിക്കും നടക്കുന്നതെന്ന് ഇദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. മഹേഷ് ഘീ സെറ്ററിനെ മലായിക്ക ഭഗോന. മഹേഷ് ഘീ സെറ്റർ, ഘീ എന്ന് വെച്ചാൽ നെയ്യ്, സെറ്ററിനെ മലായി പറഞ്ഞാൽ ക്രീമാണ്. ഭഗോന ആഞ്ച് പർ ചടായ യാ നഹി. ഭഗോന എന്ന് പറഞ്ഞാൽ വലിയ ചെമ്പ് പോലത്തെ ഒരു വലിയ പാത്രമാണ്. ആഞ്ച് എന്ന് പറഞ്ഞാൽ അടുപ്പിൽ തീയിൻ്റെ മേലോട്ട് വെച്ചോ. ചടാന എന്ന് പറഞ്ഞാൽ എടുത്ത് വെക്കുക. അപ്പോൾ ഈ മഹേഷ് ഘീ സെറ്റർ ഈ ക്രീം നിറഞ്ഞ പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചോ. ടെലിഫോൺ കി താരോं पर कितनी चिड़िया बैठी है. ടെലിഫോൺ കി താർ എന്ന് വെച്ചാൽ നമ്മൾ ടെലിഫോണിൻ്റെ ലൈൻ ഉണ്ടാവില്ലേ ഈ പോസ്റ്റിലൊക്കെ, ആ ലൈനിൽ എത്ര കിളികൾ, ചിടിയാൻ ബാറ്റി എത്ര കിളികൾ ഇരിപ്പുണ്ട്. ഇതൊക്കെ അറിയാൻ ഭയങ്കര ഇച്ഛ തോന്നുകയാണ് നമ്മുടെ ലേഖകന്. ലേക്കിൻ മജ്ബൂരി थी, चाहे जितनी ऊब हो लेटे ही रहना था. പക്ഷേ പറ്റില്ലല്ലോ ഇദ്ദേഹത്തിന്. എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും അവിടെ തന്നെ കിടക്കണം. കുച്ച് ദേർ ഇധർ ഉധർ കി സ്കൂൾ കി ദോസ്തോं की बात सोचता रहा. കുറച്ച് നേരം ഇവിടുത്തെ എല്ലാം കാര്യം ആലോചിച്ചു, പിന്നെ സ്കൂളിൻ്റെ കാര്യം ആലോചിച്ചു, പിന്നെ ഫ്രണ്ട്സിനെ കുറിച്ചും കുറേ നേരം ആലോചിച്ചു. ഫിർ ലേട്ടെ പീഠ് ദുഖനെ ലഗേ തോ ഉഠ്കർ ബൈഠ് ഗയാ. കുറേ നേരം ഇങ്ങനെ കിടന്നപ്പോൾ പിന്നെ ബാക്ക് പുറം വേദനിക്കാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്തു, എഴുന്നേറ്റിട്ട് ഇരുന്നു കുറച്ച് നേരം. ലേക്കിൻ ബാഹർ കുച്ച് ആഹട്ട് ഹോത്തെ ഹി ഫിർ സെ ലേട്ട് ഗയാ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഭയങ്കര സൈലൻസ് ആയപ്പോഴത്തേക്ക് ഫുള്ളിങ്ങനെ ആരും ഇല്ലല്ലോ വീട്ടിൽ ആയപ്പോഴത്തേക്ക് തന്നെ പിന്നെയും കിടക്കാൻ തുടങ്ങി അദ്ദേഹം. കുറച്ച് നേരം കിടന്നു, കുറേ കാര്യം ആലോചിച്ചു, പിന്നെ പുറം വേദനിക്കാൻ തുടങ്ങി. എണീറ്റു, അദ്ദേഹം കുറച്ച് നേരം ഇരുന്നു. പിന്നെയും ഒന്നുമില്ല, ഇങ്ങനെ ചിന്തിച്ച് വെറുതെ ഇരുന്നിട്ട് പിന്നെയും കിടക്കുവാണ് അദ്ദേഹം. നാനാജി ആയേ, അപ്പൂപ്പൻ വന്നു. ബോലെ അബ് കേസാ ഹെ സിർദർദ്. मैंने कहा ठीक है, फिर भी एक पुड़िया और खिला गए. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ വന്നിട്ട് ചോദിച്ചു, അബ് കേസാ ഹെ സിർദർദ്, ഇപ്പം എങ്ങനെയുണ്ട് തലവേദന? അതേക്ക് മേനെ കഹ, ഞാൻ പറഞ്ഞു, ठीक है, കുഴപ്പമില്ല, ശരിയുണ്ട്. ഫിർ ബി ഏക് പുടിയ ഓർ ഖിലാ ഗേ. ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്തേ, ഒരു പുടിയും കൂടെ തിരിപ്പിച്ചിട്ട് പോയി, ഒരെണ്ണം കൂടെ തിന്നാൻ പറഞ്ഞു, എന്നിട്ട് പോയി. അച്ചാനക് മുझे ഭൂഖ് സി ലഗേ, എനിക്ക് പെട്ടെന്ന് വിശപ്പ് തോന്നുക. फल या साबूदाने की खीर मिलने की उम्मीद की तो सुबह ही हत्या हो चुकी थी. ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സാബൂദാനയ്ക്ക് ഖീർ. അന്ന് നമ്മൾ സുധാകർ കാക്കി കൊടുത്ത പോലെ സാബൂദാനയുടെ പായസമൊക്കെ കിട്ടുന്നതിൻ്റെ പ്രതീക്ഷ, അതെല്ലാം രാവിലെ തന്നെ മരിച്ചു പോയി. ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നാണല്ലോ, പക്ഷേ അവരെന്താ കൊടുത്തത്, മരുന്നാണ് കൊടുത്തത്. അപ്പോൾ ഈ പായസമൊക്കെ കിട്ടുമെന്നുള്ള ആഗ്രഹമൊക്കെ രാവിലെ തന്നെ പോയി. അബ് നാനി ജി സെ ജാക്കർ കഹൂ കി ഭൂഖ് ലഗ് രഹി ഹൈ തോ വേ ക്യാ കരേഗി. സ്യാദാ സെ സ്യാദാ ഏകി ദൂത് പീലേ. ഇനിയിപ്പോൾ ഞാൻ അമ്മൂമ്മയോട് പോയി പറയും എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. കി ഭൂഖ് ലഗ് രഹി ഹൈ തോ വേ ക്യാ കരേഗി. അമ്മൂമ്മ എന്ത് ചെയ്യും? കൂടിപ്പോയാൽ, സ്യാദാ സെ സ്യാദ എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ യഹിക്ക് ദൂത് പീലേ, കൂടിപ്പോയാൽ എന്ത് പറയും, പാല് കുടിച്ചോ എന്ന് പറയും. യാ നാനാജി സെ പൂछने ചലി ജായേഗി, വോ കഹ രഹാ ഹൈ ഭൂഖ് ലഗി ഹൈ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നാനാജി അപ്പൂപ്പനോട് പോയിട്ട് ചോദിക്കും. അവൻ പറയും അവന് വിശക്കുന്നുണ്ടെന്ന്. എന്നാൽ അമ്മൂമ്മ പോയി പറയും അപ്പൂപ്പനോട്. ഓർ ഫിർ നാനാജി ക്യാ കहेंगे. അപ്പം അപ്പൂപ്പൻ എന്നാ പറയും, വഹി ജോ സുബഹ കഹ രഹേ थे, രാവിലെ പറഞ്ഞത് തന്നെ. തബിയത്ത് ഢീലി ഹൈ തോ സബ്സെ അച്ഛാ ഉപായ ഹൈ ഭൂഖേ രഹന. അപ്പൂപ്പൻ എന്താ പറയാറ്, തബിയത്ത് ഢീലി ഹൈ. തബിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത്. അപ്പോൾ സുഖമില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും നല്ല ഉപായം എന്താണെന്ന് വെച്ചാൽ ഭൂഖേ രഹന, ഒന്നും കഴിക്കാതിരിക്കുന്നത്. ഇസ്സെ സാരെ വികാർ നിക്കൽ ജായെങ്കിൽ. ഇതിലൂടെ എന്തെങ്കിലും നമ്മുടെ ദേഹത്ത് മോശം ഉണ്ടെങ്കിൽ, അതായത് അസുഖം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് വികാർ എന്ന് പറഞ്ഞാൽ ഹാംഫുൾ ഇൻഫ്ലുവൻസ് ഓൺ ബോഡിയിലേക്ക് നമുക്ക് അസുഖം തന്ന സാധനമൊക്കെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് എന്താ ദേഹത്തുനിന്ന് പൊക്കോളും എന്നാണ് അപ്പൂപ്പൻ പറയുന്നത്. ക്യാ മുസീബത്ത് ഹൈ പടേ രഹോ, ആഖിർ കബ് തക് കോയി പടാ രഹ സക്താ ഹൈ. എന്ത് മുസീബത്ത്, എന്ത് കഷ്ടപ്പാടാത്, അവിടെ തന്നെ കിടക്കാം. പക്ഷേ ആഖിർ കബ് തക് കോയി പടാ രഹ സക്താ ഹൈ, പക്ഷേ ഒരാൾക്ക് എത്ര നേരം ഇങ്ങനെ കിടക്കാൻ പറ്റും. ഇസേ തോ സ്കൂൾ ചലാ ജാത്താ
തോ ഹി ടീക്ക് രഹത്ത. ഇതിനേക്കാൾ നല്ലത് ഞാൻ സ്കൂളിൽ പോകുന്നതായിരുന്നു, എന്നാൽ പിന്നെയും നന്നായിരുന്നേനെ. സസാ മിൽത്തി തോ മിൽ ജാത്തി. ഇനിയിപ്പോൾ പണിഷ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടിയേനെ, സാരമില്ല. കിतना मज़ा आता जब रिसेस में ठेले पर जाकर नमक मिर्च लगे अमरूद खाते खटर खटर. അതേ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആകെ വിശപ്പാണ്. എന്നാലും ഇതൊക്കെ ചെയ്തും പോയി അവിടെ തന്നെ കിടക്കേണ്ടി വരും. ഇനിയിപ്പോൾ പിന്നെ ആലോചിക്കാൻ, ഇന്നിപ്പോൾ സ്കൂളിൽ പോയിരുന്നെങ്കിൽ എന്തായേനെ, കൂടിപ്പോയാൽ എനിക്ക് ആ പണിഷ്മെൻറ്റ് കിട്ടും, കിട്ടിയാൽ കിട്ടി. പക്ഷെ എന്ത് രസമായിരുന്നേനെ. കിतना मज़ा आता जब റിസസ് എന്ന് പറഞ്ഞാൽ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ठेले पर മറ്റേ തട്ടുകടയിലൊക്കെ പോയിട്ട് എന്താ നമക് മിർച്ച് ലഗെ അമറൂദ് കാത്തേ. നമക് എന്ന് പറഞ്ഞാൽ ഉപ്പ്, മിർച്ച് എന്ന് പറഞ്ഞാൽ മുളക്. ഇപ്പോൾ ഉപ്പും മുളകും ഒക്കെ ഇട്ട് അമറൂദ് എന്ന് പറഞ്ഞാൽ ഗ്വാവ, നമ്മളുടെ പേരയ്ക്ക കഴിക്കായിരുന്നു എന്നൊക്കെ ഇദ്ദേഹം ആലോചിക്കുകയാണ്. ഫിർ ചപ്കി ലഗൈ. പിന്നെ അദ്ദേഹത്തിന് ഒരു മയക്കം വന്നു. ലേക്കിൻ ഭൂക്കെ കാരൻ ठीक से नींद भी नहीं आ रही थी. പക്ഷേ വിശപ്പ് കാരണം നേരെ മര്യാദയ്ക്ക് ഉറക്കം പോലും വരുന്നില്ല. और आंखें ज़रा लगती भी तो खाने की चीज़ें दिखाई देती. ഇനിയിപ്പോൾ കണ്ണൊന്ന് അടച്ച് പോയാൽ തന്നെ ഫുഡിൻ്റെ മാത്രം കാര്യമോ എനിക്ക് കാണുന്നുള്ളൂ. കണ്ണടച്ച് കഴിഞ്ഞാൽ കാണുന്ന മൊത്തം ഫുഡിനെ കുറിച്ചാണ്. ഗരം ഖസ്ത കച്ചൗടി. നല്ല ചൂടുള്ള ഖസ്ത എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരിഞ്ഞ, കച്ചൗടി എന്ന് പറഞ്ഞാൽ വട, നമ്മുടെ ഉള്ളിവടയൊക്കെ ഉണ്ടാവില്ല അതുപോലത്തെ കച്ചൗടി. മാവേക്ക് ബർഫി എന്ന് വെച്ചാൽ മാവിൻ്റെ ബർഫി. ബേസൻ കി ചിക്കി. ബേസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലയുടെ ചിക്കി എന്ന് പറഞ്ഞാൽ കടലമുട്ടായി ഉണ്ടാവില്ല, നമ്മുടെ ശർക്കരയിലേക്ക് ഇട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള കടലമുട്ടായി. ഗോൽ ഗപ്പെ, അതും ഒരു ഫുഡ് ഐറ്റമാണ്. ഓ സബ്സെ ഊപ്പർ സാബുദാനയ്ക്ക് ഖീർ. എല്ലാത്തിൻ്റെ മേലെ സാബുദാനയ്ക്ക് ഖീർ, സാബുദാനയുടെ പായസം. पता नहीं क्यों साबूदाने की खीर सिर्फ उपवास और बीमारी में ही बनाई जाती है. എന്തുകൊണ്ടാണ് ഈ സാബുദാനയുടെ പായസം ഉപവാസ്, നമ്മൾ ഈ വ്രതമൊക്കെ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ വയ്യാത്തപ്പോൾ മാത്രം ഉണ്ടാക്കുന്നത്? ജैसे गुजिया सिर्फ होली दिवाली और पंजीरी सिर्फ पूर्णिमा के दिन ही बनाई जाती है. ഗുജിയ അതൊക്കെ ഒരു ഫുഡ് ഐറ്റമാണ് നോർത്ത് ഇന്ത്യയിലെ. ഹോലി ദിവാലിയുടെ സമയത്ത് മാത്രം ഉണ്ടാക്കുന്നത്. അതുപോലെ പഞ്ചിരി പൂർണിമയുടെ ദിവസം മാത്രം ഉണ്ടാക്കുന്നത്. ക്യാ യേ ചീസേ ജബ് ഇച്ഛാ ഹോ തബ് നഹീ ബനായി ജാ സക്തി. എൻ്റെ ഈ സാധനങ്ങളൊന്നും നമുക്ക് ഇച്ഛ ഉള്ളപ്പോൾ, നമുക്ക് ഇഷ്ടം തോന്നുമ്പോഴത്തേക്കും ഉണ്ടാക്കിക്കൂടെ? ഈ സ്പെഷ്യൽ ഡേയ്സിന് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. കോയി മനാ കർത്തായ. ആരെങ്കിലും വേണ്ടാന്ന് പറയുമോ? അദ്ദേഹത്തിന് ഇങ്ങനെ വിശന്നിട്ട് ഇദ്ദേഹം ഓരോന്ന് ആലോചിക്കുകയാണ് ഇങ്ങനെയൊക്കെ. ഹേ ഭഗവാൻ, ये तो अच्छी खासी बोरियत हो गई. पूरा दिन कोई कैसे लेटा रहे. और क्या शाम को भी नाना जी बाहर जाने देंगे? सारे बच्चे हल्ला मचाते हुए आंगन में खेल रहे होंगे और मैं बिस्तर में पड़ा छक मार रहा होगा. ഹേ ദൈവമേ, ഹേ ഭഗവാൻ, ഇത് ഭയങ്കര ബോറായി പോയല്ലോ എന്ന് അദ്ദേഹം പറയാം. അച്ചി ഖാസി ബോറിയത്ത് ഹോ ഗയി. ബോറിയത്ത് എന്ന് പറഞ്ഞാൽ ബോർഡം. ആകെ ബോറായി പോയല്ലോ. പൂരെ ദിൻ കേസേ ലേറ്റേ രഹേ. ഫുൾ ഡേ ഞാൻ ഇങ്ങനെ കിടക്കുക. ഓ ഷാം കോ, വൈകുന്നേരമോ? ക്യാ ഷാം കോ ബി നാനാജി ബാഹർ ജാനെ ദേംഗെ. വൈകുന്നേരം അപ്പം പുറത്ത് പോകാൻ വിടുവോ? സാരെ ബच्चे ഹല്ല മച്ചാത്തെ ഹുए ആംഗൻ മേ ഖേൽ രഹേ ഹോഗെ. എല്ലാവരും ശബ്ദമൊക്കെ വെച്ച്, പിള്ളേർ ശബ്ദവും ബഹളവും വെച്ച് പുറത്ത് ഗാർഡനിൽ കളിക്കുകയായിരിക്കും. മേ ബിസ്തർ മേ പടാ ഝക്മാർ രഹാ ഹോഗ. ഞാൻ ഇവിടെ കട്ടിൽ കിടന്ന് കാലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അക്കൽമന്ത് മന്ദബുദ്ധി. ഓർ ബനോ ബിമാർ. ഇനിയും വയ്യാണ്ട് കിടക്ക് നീ അവിടെ. और आज दिया गया होमवर्क किसके कॉपी मांगोगे? मैं रोऊंगा. എന്താ मैं रुआसा हो गया. അദ്ദേഹം പറയുകയാണ് മന്ദബുദ്ധി, നീ വയ്യാണ്ട് ഇങ്ങനെ കിടക്ക അവിടെ. ഓർ ആജ് കാ ദിയ ഹോംവർക്ക്, ഇന്നിപ്പോൾ തന്ന ഹോംവർക്കോ അതിനിപ്പോൾ ആരുടെ കോപ്പി മാങ്ങി. കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട്ബുക്ക്. ആരുടെ കോപ്പി ചോദിക്കും ഞാൻ ഇതിനു വേണ്ടിയിട്ട്. മേ റുവാസ ഹോ ഗയ. റുവാസ എന്ന് പറഞ്ഞാൽ അപ്സെറ്റ്. ഞാൻ ആകെ അപ്സെറ്റായി. पास के कमरे में होती खटर पटर के अंदाज़ा हुआ कि मुन्नू स्कूल से आ गया है. അപ്പുറത്തെ മുറിയിലെ, തൊട്ടടുത്ത മുറിയിലെ ഖട്ടർ പട്ടർ ശബ്ദം കേട്ടിട്ട് മുന്നു സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു എന്ന് തോന്നുന്നു. തോക്കിയ 1 ബജ് ഗയേ. അപ്പോൾ എന്താ 1 മണിയായോ? 1 മണിയാകുമ്പോഴാണ് മുന്നു തിരിച്ചു വരുന്നത് സ്കൂളിൽ നിന്ന്. അപ്പോൾ ഇപ്പം എന്താ 1 മണിയായോ?
എന്നിങ്ങനെ ലേഖകൻ ആലോചിക്കുക. ആ ബർത്തനോക്കി ആവാസ് ആ രही ഇപ്പോൾ ആ പാത്രത്തിൻ്റെ ശബ്ദം വരികയാണ്. ഷായദ് സബ് ലോഗ് ഖാന ഖാനെ ബൈഠ് രഹേ ഹൈ. അപ്പോൾ ഷായദ് ചിലപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുകയായിരിക്കും. മുന്നു ഏക് ബാർ ഭി മുझे देखने नहीं आया. മുന്നു എന്നെ കാണാൻ ഒരു തവണ പോലും വന്നില്ല. आया भी होगा तो ദബേ പാവ് ആയാ ഹോഗ ഓ മുझे സോത്തെ ജാനെ ലോട്ട് ഗയാ ഹോഗ. ഇനിയിപ്പോൾ അവൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ദബേ പാവ് ഇങ്ങനെ ശബ്ദമൊന്നും വെക്കാണ്ട് പതിയെ പതിയെ പമ്മി പമ്മി വന്നിട്ടുണ്ടാവും. മുझे സോത്ത ജാനെ ഞാൻ ഉറങ്ങുന്ന കണ്ടിട്ട് ഉറങ്ങുന്ന മനസ്സിലാക്കി അവൻ തിരിച്ചു പോയി കാണും. അപ്പോൾ ഖാന ഖാ രഹേ അവർ ഫുഡ് കഴിക്കുകയാണ്. ചബാനയ്ക്ക് ആവാസ് ആ രही है. ഫുഡ് ചവയ്ക്കുന്ന ചബാന എന്ന് പറഞ്ഞാൽ ചൂ. ചബാനയ്ക്ക് ആവാസ് ആ രही ഫുഡ് ചവയ്ക്കുന്ന ശബ്ദം വരിക. ദേഖോ ഉन्होंने एक बार भी आकर नहीं पूछा कि तू क्या खाएगा. കണ്ടില്ലേ, അവരെന്നോട് ഒരു തവണ പോലും വന്ന് ചോദിച്ചില്ല കി തൂ ക്യാ ഖായേഗ, നീ എന്താ തിന്നണ്ടേ, നിനക്കെന്താ തിന്നാൻ വേണ്ടേ എന്നൊന്നും എന്നോട് ചോദിച്ചില്ല. പൂച്ചേ തോ മേ സാബുദാനയ്ക്ക് ഖീർ ഹി തോ മാങ്താ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ സാബുദാനയുടെ പായസമല്ലേ ചോദിക്കൂ. കോയി താജ്മഹൽ തോ നഹി. വലിയ താജ്മഹലൊന്നും ഞാൻ ചോദിക്കില്ലായിരുന്നു. ലേക്കിൻ നഹി, പക്ഷേ ഇല്ല, അവരാരും ചോദിച്ചില്ല. ഭൂഖേ രഹോ ഇസേ സാരെ വികാർ നിക്കൽ ജായേങ്കെ. ഫുഡ് കഴിക്കാതെ അവിടെ വിശപ്പോടെ അവിടെ ഇരിക്കൂ, ഇതിലൂടെ എല്ലാം മോശം കാര്യം അദ്ദേഹത്തു നിന്ന് പൊക്കോളൂ. വികാർ നിക്കൽ ജായേ ബസ്. വയ്യാണ്ട് എന്നുവെച്ചാൽ ദേഹത്തു നിന്ന് അതെല്ലാം പോയിക്കോട്ടെ എന്നേ ഉള്ളൂ, ഞാൻ കഴിക്കണമെന്നൊന്നും ഇവർക്കില്ല എന്ന് ചിന്തിക്കുകയാണ്. ചാഹേ ഇസ് ചക്കർ മേ തും ഖുദ് ശിക്കാർ ഹോ ജാओ. ഈ ചക്കർ എന്ന് വെച്ചാൽ ഈ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ, അതായത് ഫുഡ് കഴിക്കാതിരിക്കുന്നതിലൂടെ ദേഹത്ത് ആ മോശമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോട്ടെ. ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നീ ഇതിൻ്റെ ശിക്കാർ എന്ന് പറഞ്ഞാൽ നീ ഇതിന് നിനക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല, നിൻ്റെ ദേഹത്ത് അതെല്ലാം പൊക്കോട്ടെ എന്ന രീതിയിലാണ് ഇവരൊക്കെ പെരുമാറുന്നത് എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. അതായത് ഇദ്ദേഹത്തിനോട് ആരും ഫുഡ് കഴിക്കാനൊന്നും വരുന്നോ ഫുഡ് വേണോ എന്നൊന്നും ചോദിക്കുന്നില്ല, അവിടെ കിടന്നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആജ് ക്യാ ഖാന ബനാവുക, ഇന്നിപ്പോൾ എന്താണ് ഫുഡിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഖുഷ്ബു തോ ദാൽ ചാവൽ ക്യാ രഹി ഹൈ. മണം കേട്ടിട്ട്, മണം എന്തിൻ്റെയാണ്? ദാൽ ചാവൽ, പരിപ്പിൻ്റെയും ചോറിൻ്റെയാണ്. अरहर की दाल में हींग, जीरे का बघार और ऊपर से बारीक कटा हरा धनिया और आधा चम्मच देसी घी. അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. അർഹർ കി ദാൽ, അർഹർ എന്ന് പറഞ്ഞാൽ ഒരു തരം പൾസാണ്, അതിൻ്റെ ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ്. അപ്പോൾ ഒരു തരം പരിപ്പിൻ്റെ കറിയിൽ ഹീങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കായം, ഓർ ജീര എന്ന് പറഞ്ഞാൽ ജീരകം, ബഘാർ എന്ന് പറഞ്ഞാൽ തടുക്ക, നമ്മളിങ്ങനെ കടുക് പൊട്ടിച്ചിട്ടില്ലേ കറീൻ്റെ മേലെ. ഓർ ഊപ്പസെ ബാരീക് കട്ട ഹരാധന്യ. ബാരീക് കട്ട എന്ന് വെച്ചാൽ വലുതായി മുറിച്ച, ഹരാധന്യ നല്ല പച്ച, ധനിയ എന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പൊക്കെ നമ്മൾ കറിയുടെ മേലെ ഇടില്ലേ, വലിയ കഷ്ണം ഇങ്ങനെ മുറിച്ചിട്ട്. ഒരു ആധാ ചമ്മച്ച് ദേശി ഘീ. ആധാ ചമ്മച്ച് എന്ന് വെച്ചാൽ അര സ്പൂൺ, ചമ്മച്ച് എന്ന് പറഞ്ഞാൽ സ്പൂൺ, ദേശി ഘീ എന്ന് പറഞ്ഞാൽ നെയ്യ്. പരിപ്പ് കറീനെ കുറിച്ച് പറയുകയാണ് ഇദ്ദേഹം. അർഹറിൻ്റെ പരിപ്പ് കറിയിൽ നല്ല കായവും ജീരകവും ഒക്കെ ഇട്ട് തടുക്ക, അതിൻ്റെ മേലെ നല്ല വലുതായി മുറിച്ചിട്ട മല്ലിച്ചപ്പ്, അതിൻ്റെ മേലെ എന്താ ഒരു അര സ്പൂൺ ദേശി ഘീ. ഫിർ ഉസ്മേ ഉന്നോനെ നീമ്പു നിച്ചോടെ ഹോഗെ. അതിൻ്റെ മേലെ ഇനി അവർ നീമ്പു നിച്ചോടെ എന്ന് വെച്ചാൽ, നീമ്പു എന്ന് പറഞ്ഞാൽ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടാകും. തോടാസ ഇസ് ബീമാർ കോ ഭി ദേ ദേ കോയി. ഈ വയ്യാത്തവനും ആരെങ്കിലും ഇച്ചിരി തന്നിരുന്നെങ്കിൽ. ലേക്കിൻ ഖുഷ്ബു തോ കിസി ഓർ ചീസ് കി ഹെ. പക്ഷേ മണം വേറെ എന്തിൻ്റെയോ ആണല്ലോ എന്ന് അദ്ദേഹം ആലോചിക്കുക. ക്യാ ഹരി മിർച്ച് തലി ഗയി ഹെ. ഹരി മിർച്ച് തല്ലാന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്യുക. ഹരി മിർച്ച് എന്ന് പറഞ്ഞാൽ നല്ല പച്ചമുളക് വറുത്തിട്ടുണ്ടോ. ഉസേ ദാൽ ചാവൽ മേ മസൽ കാ ഖാ രഹേ ഹെ. അതിനെ, അതായത് ഈ പച്ചമുളക് വറുത്തതിനെ ദാൽ ചാവൽ മേ മസൽക്ക എന്ന് വെച്ചാൽ നല്ല ഇങ്ങനെ കുഴച്ച് തിന്നുകയായിരിക്കും. ജബ് രഹാ नहीं गया तो मैं रसाई फेंक कर खड़ा हो गया. दबे पाव दरवाजे तक गया और चुपचाप से झांका देखा. എനിക്ക് അവിടെ കിടന്ന് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇതിൻ്റെ മണമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ജബ് രഹാനെ ഗയത്, അദ്ദേഹത്തിന് പറ്റാതായപ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു, റസായി ഫേക്കർ, ആ പുതപ്പൊക്കെ അങ്ങ് മാറ്റി എണീറ്റ് വന്നു. ഖടാ ഹോ ഗയ. ദബേ പാവ് ദർവാസെ തക് ഗയ.
പതിയെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വാതിലിൻ്റെ അവിടം വരെ ചെന്നു. ചുപ്ചാപ് സെ ജാങ്കർ ദേഖ. പതിയെ ഇങ്ങനെ ഒളിച്ചിങ്ങനെ നോക്കുക. ജാങ്കർ എന്ന് പറഞ്ഞാൽ പീപ്പ്. ഇങ്ങനെ പതിയെ ഇങ്ങനെ നോക്കുകയാണ് അദ്ദേഹം, എത്തി നോക്കുക. ഹാ, ദാൽ ചാവൽ തലി ഹുയി ഹരി മിർച്ച്. അതെ, ദാൽ ചാവൽ പരിപ്പും ചോറും, തലി ഹുയി ഹരി മിർച്ച് ഫ്രൈ ചെയ്ത പച്ചമുളക്. ലേക്കിൻ മുന്നു ആം ചൂസ് റാ ഹൈ. പക്ഷേ മുന്നു മാങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആം ഇസ് മോസമ്മേ, മാങ്ങയോ ഈ സീസണിലോ, മോസം എന്ന് വെച്ചാൽ ഈ വെതറിലോ അല്ലെങ്കിൽ സീസണിലോ. സരൂർ ബംബൈ വാലെ ചാച്ചാജീനെ ഭേജാ ഹോഗ. മിക്കവാറും ബംബൈയിലുള്ള ചാച്ചാജി ആയിരിക്കും അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. ഖേസെ ചൂസ, എങ്ങനെ അവൻ ഈ കഴിക്കുന്നത്. പൂരി ഗുഡ്ലി മൂമേ ഠൂസെ. ഗുഡ്ലി എന്ന് പറഞ്ഞാൽ ഈ മാങ്ങയുടെ സീഡ്, മാങ്ങയുടെ പിറ്റ്. അപ്പോൾ ഫുള്ള് മാങ്ങയുടെ സീഡ് വായിക്കകത്ത് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയെന്ന് അവൻ. ഠൂസ് എന്നാന്ന് പറഞ്ഞാൽ സ്റ്റഫ് ചെയ്തൊക്കെ ഇങ്ങനെ വായിൽ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുക. ജേസെ ആം കബി ദേഖായി നാഹോ, ഇതുവരെ മാങ്ങ കാണാത്തത് പോലെയാണ്. ബുക്കഡ് കൈക്ക, ബുക്കഡ് എന്ന് പറഞ്ഞാൽ ഫുഡ്. പൂര ഹാത്ത് ബി സാൻ രഹാ ഹെ. കയ്യിൽ നിറച്ച് ഇങ്ങനെ മാങ്ങ ഇങ്ങനെ തിന്നുന്നതിൻ്റെ, മാങ്ങയുടെ ഈ പൾപ്പൊക്കെ, മാങ്ങയുടെ ഈ രസമൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുകയാണ്. मैं जलन, गुस्से और घुटन में पाँव पटकते वापस बिस्तर में आ गया. എനിക്ക് ആകെ ജലൻ എന്ന് പറഞ്ഞാൽ ജലസി, ജലൻ, ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം, കുഠൻ എന്ന് പറഞ്ഞാൽ റിസൻമെൻറ്റ്. ഇപ്പോൾ എല്ലാവരോടും ദേഷ്യമായി അദ്ദേഹത്തിന്. ദേഷ്യവും പിന്നെ ജലസിയും, മാങ്ങ തിന്നുന്ന അവരെ കണ്ട് ജലസിയും ദേഷ്യമൊക്കെ വന്നിട്ട് പാവപ്പെട്ടൊക്കെ ഇങ്ങനെ ദേഷ്യം നമ്മളിങ്ങനെ കാലിങ്ങനെ അടിക്കില്ല, കാലിങ്ങനെ അടിച്ചിട്ട് ഞാൻ വാപ്പസ് ബിസ്തർ മേ ആകെ, ഞാൻ പിന്നെ തിരിച്ച് കട്ടിലോട്ട് പോയി. ഉസ് പൂരെ ദിൻ മുझे ഭൂखे पेट ही रहना पड़ा. ഫുൾ ദിവസം എനിക്കെന്താ ഇങ്ങനെ കാലി വയറായിട്ട് ഇരിക്കേണ്ടി വന്നു, ഒന്നും തിന്നാതെ വിശപ്പോടെ ഇരിക്കേണ്ടി വന്നു. സാരേ വികാർ നിക്കൽ ഗയെ. ദേഹത്തുണ്ടായിരുന്ന എന്തെങ്കിലും മോശം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പോയി. इसके बाद स्कूल से छुट्टी मारने के लिए मैंने बीमारी का बहाना कभी नहीं बनाया. ഇതിന് ശേഷം സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാൻ വേണ്ടി വയ്യ എന്ന ഒരു ബഹാന എന്ന് പറഞ്ഞാൽ കാരണം പറയുക. ഞാൻ ഇതുവരെ വയ്യ എന്നും പറഞ്ഞിട്ട് ഇനി സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ടില്ല. സ്വയം പ്രകാശ്. ഇത് നമുക്ക് ഇതിൻ്റെ ലേഖകനെ കുറിച്ച് വായിക്കാം. ലേഖക് സെ പരിചയ്. സ്വയം പ്രകാശ് ഹിന്ദിക്ക് ജാനെ മാനെ ലേഖക് थे. സ്വയം പ്രകാശ് അദ്ദേഹം ഹിന്ദിയിലെ വളരെ ഫേമസ് ആയ ഒരു ലേഖകനായിരുന്നു. ഉൻകി കഹാനിയാ ബച്ചോ ഓർ ബഡോं के दिलों को छू जाती है. നമ്മളെ ഹൃദയത്തിന്, കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ ഹൃദയത്തിന് ഒരേപോലെ സ്പർശിക്കുന്ന കഥകളാണ് ഇദ്ദേഹം എഴുതുന്നത്. സ്വയം പ്രകാശ് की कहानियाँ पढ़ते हुए लगता है मानो वे हमारे ही जीवन की कहानियाँ हैं, हमारे ही अनुभव उन्होंने लिख दिया है. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളുടെ തന്നെ ജീവിതത്തിലെ കഥകളാണെന്നും നമ്മളുടെ തന്നെ അനുഭവം അദ്ദേഹം എഴുതിയിരിക്കുന്നതാണെന്നും നമുക്ക് തോന്നും. उन्होंने बच्चों के लिए कई मनोरंजक कहानियाँ लिखी हैं जिनमें उनके साहसिक कारनामे, मित्रता और जीवन के छोटे छोटे लेकिन महत्वपूर्ण पहलुओं को बड़ी रोचकता से प्रस्तुत किया गया है. അദ്ദേഹം കുട്ടികൾക്കായി കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. മനോരഞ്ജക് എന്ന് പറഞ്ഞാൽ എൻ്റർടൈനിങ്, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളിലെ സാഹസികമായ കാര്യങ്ങളും പിന്നെ മിത്രത, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ജീവൻക്ക് ചോട്ടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പക്ഷേ മഹത്വപൂർണ്ണമായ പെഹലുവും ഇൻസിഡൻസിനെ കുറിച്ചും ബഡി രോചകത സെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹം പ്രസ്തുത് കിയാ ഗയാ ഹെ, പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. स्वयं प्रकाश की कहानियों की विशेषता यह है कि उन्हें पढ़ते समय ऐसा लगता है जैसे कोई पुराना मित्र से बात कर रहा हो, ബാത്തേം കരാവോ. അതായത് അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വായിക്കുമ്പോൾ നമ്മളുടെ ഒരു പഴയ സുഹൃത്ത് നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഉൻകി കഹാനിയോ ന കേവൽ മനോരഞ്ജൻ കഥയെ ബൽക്കി സോച്ചനെ സമജ്നെ के लिए नई ദിശായെ भी देती है. അദ്ദേഹത്തിൻ്റെ കഥ വെറുതെ എൻ്റർടൈനിങ് മാത്രമല്ല, അതേസമയം നമ്മളെ മനസ്സിലാക്കാനും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥകളാണ്. മന്ത്ര ഓർ ഭാർ, അഗ്ലി കിതാബ്, ജ്യോതി രഥ് കെ സാരഥി, ഫീനിക്സ് ആദി എനിക്ക് കൈ രചനയായ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. മാത്ര ഓർ ഭാർ, അഗ്ലി കിതാബ്, ജ്യോതി രഥ് കെ സാരഥി, ഫീനിക്സ്. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.